ഫ്രൈ ഇങ്ങോട്ട് നോക്ക്. എന്റെ കണ്ണിക്ക് നോക്കേ. എന്റെ കണ്ണിക്ക് നോക്കണം. ഞാൻ സംസാരിക്കുമ്പോ എന്റെ കണ്ണിലേക്ക് തന്നെ നോക്കണേ. ഓക്കെ. മോനെ, നിന്റെ ഈ ഓട്ടം എങ്ങോട്ടാ? ഈ ഒളിച്ചോട്ടം. ഒരു സ്ഥലം കഴിഞ്ഞാൽ വേറൊരു സ്ഥലം. ഒരു കുപ്പിയുടെ വീര്യം കഴിയുമ്പോൾ അടുത്ത കുപ്പി. ഒരു പെണ്ണിന്റെ സുഖം കിട്ടി കഴിയുമ്പോൾ അടുത്ത പെണ്ണ്. എങ്ങോട്ടാ നിന്റെ ഈ ഒളിച്ചോട്ടം? പക്ഷെ നീ എവിടെ എത്തുന്നില്ല. ഞാൻ എവിടെ എത്തുന്നില്ല ഉദ്ദേശിച്ചാ എന്താ? ഞാൻ അവിടെ എത്തണമായിരുന്ന? എങ്ങനെയാ അതും കൂടി പറ. ഞാൻ എവിടെ എത്തേണ്ടിയിരുന്നു? ആ പഴയ യുദ്ധത്തിന്റെ നടുവിലേക്കോ, അതോ അടുത്ത പെണ്ണിന്റെ കാലിന്റെ അടുത്തേക്കോ, അതോ ഞാൻ കൊന്നിട്ട് ആ പയ്യന്റെ ശാത്തിന്റെ അടുത്തേക്കോ? അതും കൂടി പറ. എല്ലാത്തിന്റെ ഉത്തരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ. ഉത്തരങ്ങളുടെ ഒരു നിറകുംഭമായ പുസ്തകത്തിന്റെ ഉപജ്ഞാതാവല്ലേ നിങ്ങള്. ദ കോസ്. നീ തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരം എല്ലാം അതിലുണ്ട് ഫ്രെഡി. നിന്റെ ഈ ദേഷ്യത്തിലും ഈ രോക്ഷത്തിലും മൃഗത്തിനെ പോലുള്ള ഈ പെരുമാറ്റത്തിലെല്ലാം നീ തേടിക്കൊണ്ടിരിക്കുന്ന ഉത്തരം ഒളിഞ്ഞിരിക്കുന്നുണ്ട്. എല്ലാം. നിന്റെ പൂർവ്വജന്മമടക്കം കോടാനുകോടി വർഷങ്ങൾ പിന്നോട്ടുള്ളതെല്ലാം നിന്റെ ഈ ജീർണിച്ച ശരീരത്തിനകത്ത് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നിനക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഓരോ തവണ നീ ദേഷ്യപ്പെടുമ്പോഴും, ഓരോ തവണ നീ ഉണ്ടാക്കുന്ന ആ വിഷം നീ തന്നെ കുടിച്ചു തീർക്കുമ്പോഴും നീ നിന്റെ ശരീരത്തിനകത്തേക്ക് ആഴ്ന്നകത്തോട്ട് പോവുക. പക്ഷെ നീ അത് മനസ്സിലാക്കുന്നില്ല. ഈ നിമിഷം നമ്മളെല്ലാം സ്വയം പറഞ്ഞ് ശീലിച്ച ആ നുണ ഉണ്ടല്ലോ, ഈ നിമിഷം എന്ന നുണ. ആ നുണ നിന്റെ ഉള്ളിൽ നിന്ന് പറിച്ചെടുത്ത് കളയാനുള്ള കൽപ്പുള്ള ഒരൊറ്റാളെ ഈ ലോകത്തുള്ള അത് ഞാനാ. പക്ഷെ അതിന് നീയും കൂടി എനിക്ക് അനുഭവിച്ചു തരണം. ഒരു തവണ അനുവദിച്ചു തന്നതിന്റെ ക്ഷീണതരം മാറിയിട്ടില്ല. എന്തുണ്ടാക്കാനാ? അതേമാതിരി ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ട് ചോദിച്ച ചോദ്യം പിന്നെയും 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 ചോദിച്ചോണ്ടിരിക്കുക അല്ലേ? ഞാൻ എന്റെ അമ്മേനെ പറ്റി ആലോചിക്കാറുണ്ടോ? ഞാൻ ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ? ഞാൻ ആരെങ്കിലും കൊന്നിട്ടുണ്ടോ? പിന്നെയും 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 ഇത് ഞാൻ ചോദിച്ചോട്ടെ. എന്നിട്ട് എന്ത് തെളിയിക്കാനാ? എന്താ നിങ്ങൾക്ക് തെളിയിക്കുന്നത്? എന്റെ ജീവിതം തൊലഞ്ഞാന്നാ? അതാണ് തെളിയിക്കേണ്ടത്. എനിക്കറിയാം എന്റെ ജീവിതം ആകെ മുമ്പിൽ തെറ്റിയിരിക്കുകയാണെന്നുള്ളത്. എടോ, തന്നെ കാണുന്നേക്കാളും മുന്നേ തൊലഞ്ഞു നടന്നിരുന്ന ആളല്ലേ ഞാൻ. അത് ലോകത്തുള്ള മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം. ഒന്നുമില്ല എന്റെ ജീവിതത്തിൽ ബാക്കിയാണ്. അതാണ് നിങ്ങൾ എന്റെ അടുത്ത് പിന്നെയും പിന്നെ തെളിയിക്കാൻ പോകുന്നത്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ പിന്നെയും പിന്നെയും ഒരേ രീതിയിൽ ഇരിക്കേണ്ടി വരുന്ന ആലോചിക്കുമ്പോൾ ദേഷ്യം വരുന്നത്. നേവി ഇരുന്ന് വേണം. കാരണം എന്താ അറിയോ? ഒരു തോക്ക് എനിക്ക് തന്നിട്ട് കൊല്ലാനുള്ള ലൈസൻസും തരും, ഒരു പേ ചെക്കും തരും. നേവി നിന്നെ യൂസ് ചെയ്യാമല്ലോ. ഞാൻ നീ മനസ്സിലാക്കുന്നില്ല ഫ്രെഡി. നേവി നിന്നെ ഉപയോഗിച്ച് 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 മുതലെടുത്ത് 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 നിന്റെ ഉള്ളിലുള്ള മനുഷ്യനെ പിച്ചി ചീന്തി ഇല്ലാതാക്കി ഒരു വെറും മാംസപിണ്ഡമാക്കി വലിച്ചെറിഞ്ഞിരിക്കുക. പൊട്ടിക്കിടക്കുന്ന ഒരു കളിപ്പാവ മാത്രമാണ് നീ ഇപ്പോ. പക്ഷെ ഞാനും നീയും കണ്ടുമുട്ടാൻ ഒരു കാരണം എന്താ അറിയോ? നിനക്ക് എന്നെ കാണുമ്പോൾ മനസ്സിലാകും എന്നോട് സംസാരിക്കാൻ തുടങ്ങിയാൽ നിനക്ക് സത്യത്തിലോട്ടുള്ള ദൂരം ഇങ്ങനെ കുറഞ്ഞു വരുന്നതാണ്. പക്ഷെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? നീ ആരെ പേടിക്കുന്നത്? എന്തിനാ പേടിക്കുന്നത്? എന്തിനെയാണ് പേടിക്കുന്നത്? എന്തിനാണ് പേടിക്കുന്നത്? നിന്നെ സത്യത്തിലേക്ക് നയിക്കാൻ കൽപ്പുള്ള ഒരൊറ്റാളെ ഈ ലോകത്ത് നിന്ന് നിലനിൽപ്പുള്ളൂ. ആ ഞാനാ. ആ എന്നെ നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്ക് അതിന് ആവശ്യമില്ല. സത്യം അറിയണ്ട. എനിക്കറിയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ തൊട്ടതെല്ലാം ചീഞ്ഞളിഞ്ഞ് നാശമായിട്ട് ഇല്ലാതാവും. അപ്പൊ അതിലും ഭേദം എന്താന്ന് വെച്ചാൽ ഒന്നിനെയും തുടങ്ങാതെ, ഒന്നിനെയും നാശാക്കാതെ നടന്നകന്ന് പോവുക. എന്നെ സംബന്ധിച്ചിടത്തോളം അതാണ് ഏറ്റവും എളുപ്പമുള്ള കാര്യം. നിങ്ങളുടെ ഈ ചിരി ഉണ്ടല്ലോ, ദൈവത്തിന് പോക്കറ്റിലിട്ടിട്ട് എല്ലാം അറിയുന്ന ഒരു വ്യക്തിയെ പോലുള്ള നിങ്ങളുടെ ചിരി ഉണ്ടല്ലോ. നിങ്ങൾക്കറിയാത്ത വേറൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടെ. വേറെ ആര് കാണുന്നതിനേക്കാളും കൂടുതൽ നന്നായിട്ട് എനിക്ക് നിങ്ങളെ കാണാൻ പറ്റും. നിങ്ങൾ ഒരാളുടെ മുഖത്ത് നോക്കി സംസാരിക്കുമ്പോൾ അയാൾ നിങ്ങളുടെ കണ്ണിൽ നോക്കിയിട്ട് നിങ്ങളുടെ കൈ വിറയ്ക്കും.
നിങ്ങളാണ് ഏറ്റവും വലിയ സമർത്ഥന എന്ന് ബാക്കിയുള്ളവരെ കൊണ്ട് പറയിപ്പിക്കാനുള്ള നിങ്ങളുടെ മനസ്സിലുള്ള ആ ത്വര ഉണ്ടല്ലോ, അത് എനിക്ക് മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഒരേപോലെ പേടിച്ച ജീവിക്കുന്നത്, എല്ലാത്തിനെയും പേടിച്ചിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു എന്നെക്കാളും മുമ്പ് ചികിത്സ വേണ്ടി വരുന്നത് നിങ്ങൾക്കായിരിക്കും. ഗുഡ് ഫ്രൈ. നീ നിന്റെ മനസ്സിലുള്ള ദേഷ്യം രോക്ഷം എല്ലാം ഇങ്ങനെ ഒഴുക്കിക്കളാം. എല്ലാം പോട്ടെ, ദൂരേക്ക് വലിച്ചെറിഞ്ഞോളാം. കാരണം ഒരു മൃഗത്തിന്റെ ആത്മാവ് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ ശരീരം ആദ്യം വേർതിരിച്ച് തീർക്കണം. നിന്റെ ശരീരം ഇപ്പൊ വേർതിരിച്ച് തീർക്കുക, തീർത്തേക്ക്. പക്ഷെ നീ നിന്റെ മനസ്സിലല്ലെങ്കിൽ തലയിൽ കുറിച്ച് വെച്ചോ, ഒരു ദിവസം നീ നിന്റെ ഈ ഓട്ടം നിർത്തും. നീ ഒരിടത്ത് ഇരുന്ന് നിന്റെ മനസ്സുകൊണ്ട് നീ എന്നോട് നന്ദി പറയും. കാരണം അപ്പോഴേക്കും നീ മോചിതനായിട്ടുണ്ടാകും. ഞാനിവിടെ തന്നെ തുടരുന്നുണ്ടാവും. മോചിതൻ. നോക്കാം നമുക്ക്.